എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലെന്ന് എനിക്കറിയാം. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. 2 കോറിന്തോസ് 10:1, 2 കോറിന്തോസ് 11:1, 2 കോറിന്തോസ് 13:1. ഉത്തരം 2 കോറിന്തോസ് 12:1. 14 വർഷം മുമ്പ് എവിടെ വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ തനിക്ക് ക്രിസ്തുവിൽ അറിയാം എന്നാണ് ശ്ലീഹ പറയുന്നത്? എ, 3-ാം സ്വർഗം വരെ, ബി, 2-ാം സ്വർഗം വരെ, സി, 4-ാം സ്വർഗം വരെ. ഉത്തരം 3-ാം സ്വർഗം വരെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ആർക്കാണ് അറിയാവുന്നത്? എ, ശ്ലീഹന്മാർക്ക്, ബി, ദൈവത്തിന്, സി, അപ്പസ്തോലന്മാർക്ക്. ഉത്തരം ദൈവത്തിന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നത് എന്തിലാണ്? എ, സ്വന്തം അധികാരത്തിൽ, ബി, സ്വന്തം ബലഹീനതകളിൽ, സി, സ്വന്തം പ്രശംസയിൽ. ഉത്തരം സ്വന്തം ബലഹീനതകളിൽ. താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? എ, ഒരു മുറിവ്, ബി, ഒരു മുള്ള്, സി, ഒരു ഒടിവ്. ഉത്തരം ഒരു മുള്ള്. അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിനെ പൗലോസ് ശ്ലീഹ വിളിക്കുന്നത് എന്താണ്? എ, മാലാഖമാർ, ബി, പിശാചിന്റെ ദൂതൻ, സി, ദൈവദൂതൻ. ഉത്തരം പിശാചിന്റെ ദൂതൻ. ശരീരത്തിൽ നൽകപ്പെട്ട മുള്ള് വിട്ടകലുന്നതിനായി കർത്താവിനോട് എത്ര പ്രാവശ്യമാണ് ശ്ലീഹ അപേക്ഷിച്ചത്? എ, 1 പ്രാവശ്യം, ബി, 3 പ്രാവശ്യം, സി, 2 പ്രാവശ്യം. ഉത്തരം 3 പ്രാവശ്യം. എപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി പൗലോസ് ശ്ലീഹായിൽ പ്രകടമാകുന്നത്? എ, ബലഹീനതയിൽ, ബി, രോഗാവസ്ഥയിൽ, സി, ദുഃഖത്തിൽ. ഉത്തരം ബലഹീനതയിൽ. കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്ന അധ്യായവും വാക്യങ്ങളും ഏതാണ്? എ, 2 കോറിന്തോസ് 11:1-10, ബി, 2 കോറിന്തോസ് 12:1-10, സി, 2 കോറിന്തോസ് 13:1-10. ഉത്തരം 2 കോറിന്തോസ് 12:1-10. 2 കോറിന്തോസ് 12:1-11 പൗലോസ് ശ്ലീഹ താൻ ആരായിപ്പോയല്ലോ എന്നാണ് പരിതപിക്കുന്നത്. എ, വിഡ്ഢിയായതിൽ, ബി, ബുദ്ധിമാൻ ആയതിൽ, സി, ഭോഷനായതിൽ. ഉത്തരം ഭോഷനായതിൽ. ഭോഷനായി പോയതിനെ പൗലോസ് ശ്ലീഹ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? എ, ഗ്രീക്കുകാരെ, ബി, കോറിന്തോസുകാരെ, സി, ഗലാത്യക്കാരെ. ഉത്തരം കോറിന്തോസുകാരെ. കോറിന്തോസുകാർ എന്തു ചെയ്യാത്തതിനാലാണ് താൻ ഭോഷനായി പോയതെന്ന് പൗലോസ് ശ്ലീഹ എഴുതുന്നത്? എ, പൗലോസിനെ പ്രശംസിക്കാത്തതിനാൽ, ബി, പൗലോസിനെ നിന്ദിച്ചതിനാൽ, സി, പൗലോസിനെ ആക്രമിച്ചതിനാൽ. ഉത്തരം
പൗലോസിനെ പ്രശംസിക്കാത്തതിനാൽ. ഞാൻ ഒരു ഭോഷനായി പോയല്ലോ, നിങ്ങളാണ് അതിന് കാരണക്കാർ. എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവർ ആയിരുന്നു. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. 2 Korinthos 12:5, 2 Korinthos 12:4, 2 Korinthos 12:11. ഉത്തരം 2 Korinthos 12:11. ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പൗലോസ്ലീഹായിലൂടെ കോറിന്തോസുകാർക്ക് നൽകപ്പെട്ടത്? തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. അധികാരങ്ങളോടും ക്ഷമയോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. 2 Korinthos 12:13 താൻ എന്തായി തീർന്നിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ വാദിക്കുന്നത്. വേദനയായി തീർന്നിട്ടില്ല, ദുഃഖമായി തീർന്നിട്ടില്ല, ഭാരമായി തീർന്നിട്ടില്ല. ഉത്തരം ഭാരമായി തീർന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിൽ ഒഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്കും മറ്റു സഭകളേക്കാൾ കുറവ് വന്നിട്ടുള്ളത്? അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. 2 Korinthos 11:12, 2 Korinthos 12:13, 2 Korinthos 12:15. ഉത്തരം 2 Korinthos 12:13. എത്രാമത്തെ പ്രാവശ്യമാണ് പൗലോസ്ലീഹ കോറിന്തോസ് സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നത്? 4-ാമത്തെ പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യം, 5-ാമത്തെ പ്രാവശ്യം. ഉത്തരം 3-ാമത്തെ പ്രാവശ്യം. കോറിന്തോസുകാരെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്ന പൗലോസ് അവർക്ക് നൽകുന്ന ഉറപ്പ് എന്താണ്? കോറിന്തോസുകാർക്ക് ഭാരമായിരിക്കുകയില്ലെന്ന്, കോറിന്തോസുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെന്ന്, കോറിന്തോസുകാർക്ക് വേദനയായിരിക്കുകയില്ലെന്ന്. ഉത്തരം കോറിന്തോസുകാർക്ക് ഭാരമായിരിക്കുകയില്ലെന്ന്. മാതാപിതാക്കന്മാർ ആർക്കു വേണ്ടി സമ്പാദിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത്? പൂർവികർക്കു വേണ്ടി, സുഹൃത്തുക്കൾക്കു വേണ്ടി, മക്കൾക്കു വേണ്ടി. ഉത്തരം മക്കൾക്കു വേണ്ടി. ആരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് അതീവ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സ്ലീഹ സമർപ്പിക്കുകയും ചെയ്യുന്നത്? കോറിന്തോസുകാരുടെ ആത്മാക്കൾക്കു വേണ്ടി, ഗലാത്യക്കാരുടെ ആത്മാക്കൾക്കു വേണ്ടി, അപ്പസ്തോലന്മാരുടെ ആത്മാക്കൾക്കു വേണ്ടി. ഉത്തരം കോറിന്തോസുകാരുടെ ആത്മാക്കൾക്കു വേണ്ടി. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറിച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത്? എത്രാം അധ്യായം ഏതു വാക്യത്തിലാണ് പറയുന്നത്? 2 Korinthos 12:3, 2 Korinthos 12:10, 2 Korinthos 12:15. ഉത്തരം 2 Korinthos 12:15. പൗലോസ്ലീഹ കോറിന്തോസുകാരുടെ അടുത്തേക്ക് പോകാൻ ആരെയാണ് നിർബന്ധിച്ചത്? സിൽവാനോസ്, തിമോത്തിയോസ്, തീത്തോസ്. ഉത്തരം തീത്തോസ്. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്? ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്? ആര് ആരോടാണ് പറഞ്ഞത്? പൗലോസ്ലീഹ കോറിന്തോസുകാരോട്, പൗലോസ്ലീഹ അപ്പസ്തോലന്മാരോട്,
സി. പൗലോസ്ലീഹ പ്രവാചകന്മാരോട്. ഉത്തരം പൗലോസ്ലീഹ കൊറിന്തോസുകാരോട്. ഒരേ ആത്മാവിനാൽ പ്രവർത്തിച്ച സ്ലീഹന്മാർ ആരൊക്കെയാണ്? എ. പൗലോസും തീത്തോസും. ബി. പൗലോസും സിൽവാനോസും. സി. പൗലോസും തിമോത്തിയോസും. ഉത്തരം പൗലോസും തീത്തോസും. ഒരേ ആത്മാവിൽ പ്രവർത്തിച്ച പൗലോസും തീത്തോസും ഏത് പാതയിലൂടെയാണ് നടന്നത്? എ. ഒരേ പാതയിൽ. ബി. നേരായ വഴിയിൽ. സി. തെറ്റായ പാതയിൽ. ഉത്തരം ഒരേ പാതയിൽ. പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ അടുത്തേക്ക് വീണ്ടും വരുമ്പോൾ അവരുടെ ഇടയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് ഭയപ്പെടുന്നത്? എ. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. ബി. സന്തോഷം, സമാധാനം, ദയ, നന്മ, അപവാദം, കൊലപാതകം, പരദൂഷണം. സി. ദേഷ്യം, വെറുപ്പ്, പരദൂഷണം, കൊള്ളയടി, കലഹം, കോപം, അപവാദം, അസ്വസ്ഥത. ഉത്തരം കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 21, ബി. 18, സി. 19. ഉത്തരം 21.